ഹലോ. അപ്പോൾ നമ്മുടെ കിച്ചണിക്കുണ്ട് ഇപ്പോൾ ഇതാണ് കേട്ടോ. അതെ, ഒരു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇപ്പോൾ ഒരു കാണാൻ നല്ല വൃത്തിയാണ് കേട്ടോ, ഒരു സമാധാനമൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ജസ്റ്റ് നമ്മൾ നന്നാക്കിയ സ്ഥലമല്ലേ ലൈറ്റൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് വന്ന് നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കി. ഒരു എന്താ പറയുക, ഒരു ക്ലീൻ ആകുമ്പോൾ വേറൊരു സമാധാനമാണ് അല്ലേ നമുക്ക്. അപ്പോൾ ഞാനിത് ഇന്നലെ അധികം അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ കുറച്ചാണെങ്കിലും വാങ്ങിയ സാധനങ്ങൾ കറക്റ്റായിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ കരുതി. അപ്പോൾ നമ്മളിവിടെ ഫ്ലാസ്കിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയൊക്കെ ഇങ്ങോട്ട് വെച്ചു കേട്ടോ, ഇങ്ങോട്ട് വെച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു. ഒരു മാറ്റം നമുക്ക് കാണുമ്പോൾ ഒരു എന്നും ഒരുപോലെ ഇങ്ങനെ കാണണ്ടല്ലോ, ചെറിയൊരു മാറ്റം ഉണ്ടാവണം നല്ലതല്ലേ. പിന്നെ അതാ നമ്മുടെ അത്യാവശ്യമുള്ള ചായപ്പൊടി, പഞ്ചസാര, വെളിച്ചെണ്ണ, ഓയിൽ, ഈ സാധനം മാത്രം ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇത് എന്താന്ന് വെച്ചാൽ മോളൂന് പെണ്ണുങ്ങൾ അവിടുന്ന് കല്യാണത്തിന് കാണാൻ വരുമല്ലോ, പെണ്ണുങ്ങൾക്ക് കാണാൻ വരും, നിശ്ചയത്തിനൊക്കെ എൻഗേജ്മെൻറ്റ് വരില്ല, അന്ന് ചോക്ലേറ്റ് കൊണ്ടുവന്ന അതാണ്. ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ നൂലിട്ട് വെക്കാറുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു വാൾപേപ്പർ. കണ്ടാലൊരു ചെറിയൊരു ടൈൽസ് പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്ന ടൈപ്പാണ്, പക്ഷെ തൊടുമ്പോൾ ഒരു സോഫ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വാങ്ങി, അതിനൊരു 180-160 രൂപയാണ് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ എൻ്റേതായിട്ടുള്ള കലാവിരുദ്ധകളൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശം ഇവിടെ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒട്ടിക്കാമായിരുന്നു. ഒന്നും കൂടി ഒരു വൃത്തി ഉണ്ടായിരുന്നു തോന്നി, അത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് വാങ്ങാം. പിന്നെ ഞാൻ വാങ്ങിയത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനേ കുറച്ചും കൂടിയും ഹൈറ്റ് ഉണ്ടാവും കരുതി ആ ഒരു പിക്കിൽ കണ്ടപ്പോൾ മീഷോൻ്റെ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഹൈറ്റ് കുറച്ച് കുറവെന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ കടുക്, ഉലുവ, പിന്നെ ഇതൊരു കേപ്പുണ്ട്, ഇതിലെന്തെങ്കിലുമൊക്കെ ഇടണം, മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് ഇതിൽ കേട്ടോ, ഒന്നിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ അതായത് ഇതിൽ 2 പാത്രത്തിൽ മുളക് പൊടി, 2 പാത്രത്തിൽ മല്ലിപ്പൊടി. എന്നാലും നമ്മൾ ആ റൗണ്ടായിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിനേക്കാളും ഒന്നും കൂടി ഒരു കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൊള്ളുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം കേട്ടോ. നല്ല പാത്രമാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയൊക്കെ തൊലിച്ച് വെക്കാൻ പറ്റും, പച്ചമുളകൊക്കെ തൊലിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് പാത്രമാണ് കേട്ടത്. ഏതായാലും നമുക്ക് പുതിയത് വാങ്ങുന്നത് വരെ ഇവരെ എങ്ങോട്ട് ഉപയോഗിക്കാമെന്ന് കരുതി. ഇനി ഏതായാലും ഒന്നും കൂടി വലിയത് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നൂല്, ബട്ടൺസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് എടുക്കാമെന്നൊക്കെയാണ് പ്ലാൻ. ഏതായാലും ഇപ്പം ഇത് തൽക്കാലം ഇത് നിൽക്കട്ടെ, ഇനി പുതിയത് ഞാൻ നോക്കിയിട്ട് വാങ്ങിയിട്ട് ഇത് അങ്ങോട്ട് ഇവിടെയൊക്കെ ആക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇനി നമ്മുടെ ഈ മുകളിലൊക്കെ ഇങ്ങനെ ഒതുക്കി സെറ്റാക്കി നല്ല വൃത്തിയാക്കി ഗ്ലാസ് എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി. ഇത് വേസ്റ്റാണ്, അതിങ്ങനെ നമ്മൾ കടലാസുകൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നതാണ്. അപ്പോൾ അത് എന്നും കത്തിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ അവിടെയും വൃത്തിയായി. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്, പിന്നെ ഇതുമൂലം ഞാൻ പറഞ്ഞില്ലേ വാർഷിക പരിപാടിയായിരുന്നു, ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പോയിട്ട് വേഗം തിരക്കൂട്ടി പിന്നെ വേഗം ഓടിപ്പോയി. അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ വീഡിയോയും കൂടി കുക്കർ നോക്കാൻ കേട്ടോ. കടല നമ്മൾ പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കടല ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് മോള് വരും, അവളെ ഹസ്ബൻഡിന് എറണാകുളത്ത് എന്തോ അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. മോളിന് ചെറിയൊരു തലവേദന പഠിക്കാൻ വരുന്ന പോലെ തോന്നിയതുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്നുണ്ട്, അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ഞാൻ ഇന്നലെ ആനുവൽ ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് വെട്ടം തിരക്കൂട്ടി. പിന്നെ അവിടുത്തെ വീഡിയോ കൂടി ഇന്നലത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആകെ ഒക്കെ കൂടുതൽ ലെങ്തി ആകണ്ടെന്ന് കരുതിയിട്ടാണ് അത് ഇന്നലെ കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ പരിപാടി കഴിഞ്ഞൊന്നും കിടക്കാനോ എനിക്ക് സമയം കിട്ടില്ല. ഞാൻ വേഗം ഇതുമുന്നേ ആ പരിപാടിക്ക് പോയി. അവിടുന്ന് അത് ജസ്റ്റ് ഒന്നായിരുന്നു, കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ എൻ്റെ പുട്ടും കടലേക്കൊന്ന് റെഡിയാക്കി വെക്കാം.
ഞാനങ്ങനെ ഒരു 6:30 കൂടിയാണ് ഉണ്ടാവും പോയത്. നമ്മുടെ ആ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവളങ്ങനെ ഓരോരോ ഫോണിൽ നിന്ന് ഓരോ ടീച്ചർമാരെ ഫോണിൽ നിന്നൊക്കെ എന്നെ അങ്ങ് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി വരാനായില്ലേ, എനിക്ക് സമ്മാനം കിട്ടാനായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ഞാൻ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് അവൾക്ക് സമ്മാനം കൊടുക്കുന്ന നേരമായിരുന്നു കേട്ടോ. അവളാണ് വരുന്നത്. അപ്പോൾ ഒന്ന് സബ് ജില്ലയ്ക്ക് അവൾ പിന്നെ ഇംഗ്ലീഷ് സോങ്ങിനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ജില്ലയിലേക്ക് അവൾക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സമ്മാനമുണ്ട്. പിന്നെ മാത്സ് ടാലൻറ്റിൻ്റെ എക്സാമിൻ്റെ സമ്മാനമുണ്ട്. അങ്ങനെ 2 സമ്മാനം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോൾ കറക്റ്റ് ഞാൻ ആ സമയത്ത് തന്നെ എത്തിയിട്ടോ. അല്ലെങ്കിൽ അവൾ എന്നെ എന്തായാലും കൊന്നേനെ എന്തെങ്കിലും പറഞ്ഞ് വിളിയായിരുന്നു കേട്ടോ. വരുന്നില്ലേ എന്ന് ചോദിച്ച്. അങ്ങനെ എന്താ സമ്മാനം കിട്ടി വേഗം എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവളുടെ ഡ്രസ്സ് കേട്ടോ. ഇനി കളിക്കാനുള്ള ഡാൻസിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ബാക്കിലുണ്ടോ നല്ല പരിപാടികൾ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ LKG മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ മക്കളുടെ ആദ്യം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് 4th സ്റ്റാൻഡേർഡൊക്കെ വരെ. അവിടെ ഈ ഒരു സ്കൂളിൽ 4th സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, കുഞ്ഞു മക്കളുടെ ഇങ്ങനെ കഴിഞ്ഞ് LKG കഴിഞ്ഞ് അങ്ങനെ ഓരോ സംബന്ധിച്ച് ആ ഒരു സ്റ്റെപ്പായിട്ടാണ് പോകട്ടോ. വലിയ കുട്ടികളുടെ ലാസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതും 4th സ്റ്റാൻഡേർഡിലായതുകൊണ്ട് നമുക്ക് ഇനി കുറേ നേരം ഇവിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പരിപാടികൾ കണ്ട് നല്ല പിന്നെ പാട്ടങ്ങനെ കേൾപ്പിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതുമ്മൂൻ്റെ പരിപാടി. മഞ്ഞക്കിളികളായിട്ട് മക്കളൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പാട്ടുകൾ ഉണ്ട്. ആ 3-4 പാട്ടുകളായിട്ട് പിന്നെ ഓരോരോ ഡാൻസുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമ്മൂന് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അവളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ക്ലീനിങ് വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ സെപ്പറേറ്റ് തന്നെ കാണിക്കാമെന്ന് കരുതി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവളെ ഡാൻസ്. മക്കളൊക്കെ നല്ല 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ മോളും ഐറൂസൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്നാക്സ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇതുമൂനെ പറഞ്ഞയക്കാണ് കേട്ടോ. കാരണം വീട്ടിൽ അതും ഇതൊക്കെ കുറച്ച് ബേക്കറി എന്തൊക്കെയുണ്ട്. പക്ഷേ മോള് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി ചായ രാവിലെ ആ ചൂടോട് കിട്ടും. ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. അത് ഇപ്പോൾ ഈ നേരെ കാണുന്ന നീല വീടില്ല, അതിൻ്റെ അപ്പുറത്തുള്ളൊരു വീടുണ്ട്. അവിടുത്തെ വീട്ടുകാർക്ക് ഉള്ള ഒരു ചെറിയൊരു ഹോട്ടൽ പോലെയാണ്. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കുന്നതാണ്. നല്ല മണങ്ങനെ വരും അവിടെ നിന്ന് രാവിലെ തന്നെ. ഉള്ളിവട, സമൂസ, പഴംപൊരിൻ്റെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നല്ല ചൂടോട് കൂടിയുള്ള പഴംപൊരി കുറച്ച് വാങ്ങി. പിന്നെ ഐറൂസിന് സ്പെഞ്ച് വാങ്ങി കേട്ടോ. അവന് ഈ ഒരു സ്പെഞ്ച് ഇവിടുന്ന് കിട്ടുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പെഞ്ചാണ്. അപ്പോൾ അതും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം മോളുൻ്റെ ഹസ്ബൻഡാണോ അവന് ചായ മാത്രം മതി, നല്ല കടുപ്പത്തിലൊരു ചായ വേണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഉണ്ടോ ഇതുമൂലം കണ്ണിൻ്റെ ചോട്ടിൽ ആ കൺമിച്ച് പോവാത്തത് കാണിച്ചതാണ് കേട്ടോ. അവളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ട് മെച്ചി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അവർ വന്ന് മോളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ 2 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ചായ മാത്രമായിട്ട് കുടിച്ചത്, സ്നാക്സ് ഒന്നും കഴിച്ചില്ല. പിന്നെ അവർ പോയതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്തു, പിന്നെ പഴംപൊരിയും പിന്നെ ഐറൂസ് സ്പെഞ്ചും ഒക്കെ കഴിച്ച് സെറ്റായി. പിന്നെ ഞാൻ സത്യം പറയാമല്ലോ, അവർ വരും പിന്നെ വീഡിയോ എടുക്കാനങ്ങോട്ട് കുറച്ച് നേരം വീഡിയോ എടുക്കാൻ മറക്കും. അവനെ എങ്ങനെ കളിപ്പിച്ച് ഐറൂസ് വന്നുള്ള അവസ്ഥ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ മറന്നിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എടുത്തതാട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പുട്ടും കടലക്കറി അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ആരും കുടിച്ചിട്ടില്ല. കാരണം പഴംപൊരി ചായക്കുള്ളതുകൊണ്ട് അതും പിന്നെ സ്പെഞ്ചും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കഴിച്ച് രാവിലെ അതൊക്കെ കഴിച്ചു. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9-9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ശരിക്കും പൊട്ടും കടലക്കറിയൊക്കെ കഴിച്ചത്. മൂപ്പർക്ക് അങ്ങനെ ബേക്കറി ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് ഇവൻ വരുമ്പോഴാണ് എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറയിട്ട്. കാരണം ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ അവനെയും കളിപ്പിച്ച് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊക്കെ ഓർമ്മ വരുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മോള് നീനുവിനൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിരുന്നല്ലോ. ഇത് ഈ ദിവസം നല്ല വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്, അതായത് വാലൻറ്റൈൻസ് ഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നേ എന്താ വെച്ചാൽ പിന്നെ മോളൂൻ്റെ ഹസ്ബൻഡ് അവൾക്ക് തലേന്ന് രാത്രി ഒരു അടിപൊളി മറ്റേ ഹാർട്ട് ഷേപ്പൊക്കെയുള്ള സിൽക്കി ഡയറി മിൽക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കുറേശ്ശെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അത് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഷോർട്സ് റീൽസൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടി ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവൾ നീനൂട്ടിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നീനൂട്ടി അത്യാവശ്യം കലവിരുത് ഉണ്ട് കേട്ടോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അവളിങ്ങനെ എഫക്റ്റ് കിട്ടും, നല്ല അടിപൊളിയാക്കി എടുക്കും. അപ്പോൾ അത് ഇത് മോളൂനാണെങ്കിൽ അതിൻ്റെ ക്ഷമയില്ല. അപ്പോൾ അവളാണ് എനിക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നീനുവിൻ്റെ ഫോൺ എടുത്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആ ഒരു സിൽക്കി അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോളും പിന്നെ അവിടെ നിന്ന് രാത്രിയാണ് ഒരു മണിക്കെട്ട് അത് കൊടുത്തത് കേട്ടോ. പിന്നെ ഈ ഒരു
ഗിഫ്റ്റ്. അപ്പോൾ അവളവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അൻസാറിന് മാത്രം കുറച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഞങ്ങളും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ വെച്ച് എല്ലാം കൂടി അവൾ കഴിക്കണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ കുട്ടികൾ ഇതും ഒക്കെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഇത് ഇമ്മച്ചി കഴിച്ചു എന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളോ എനിക്ക് വേണ്ട, ഞാൻ ഡയറ്റില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര കുശുമ്പിട്ട് ആയിക്കോട്ടെ ഞാൻ തന്നത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മച്ചിക്ക് ഡയറ്റൊന്നുമില്ല, എന്താ പറയുക ഞാൻ എന്തെങ്കിലും തരുമ്പോൾ ഡയറ്റാണ് ഞാൻ മുണ്ടൂല എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഗുയിസ് ഞാൻ ആ ഒരു വലിയ പീസ് കഴിച്ചു കേട്ടോ. അത് കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ ഒന്നും ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. കാരണം അത്യാവശ്യം കലോറി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് എഴുതിയിട്ട് പിന്നെ രാവിലെ ഞാൻ മുട്ട 2 പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും കഴിക്കാൻ നിന്നില്ല. അത് മാത്രം അങ്ങോട്ട് കഴിച്ചിട്ട് ഉച്ചവരെ അങ്ങനെ നിന്നിട്ടു. പിന്നെ ഉച്ചക്കൊക്കെ നമ്മൾ എന്താ ലഞ്ചായിട്ട് നാടൻ ചോറും പിന്നെ ചിക്കൻ ഇങ്ങനെ എന്താ പറയുക വരട്ടി, അധികം ഗ്രേവി വേണ്ട, വെള്ളം വേണ്ട, അങ്ങനെ എന്താ വറ്റിച്ച പോലെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാനുണ്ട്, കേബേജ് തോരനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഐറൂസും മോളും ഉറങ്ങാൻ പോയ നേരാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കുക, അല്ലാതെ കഴിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവർ ഉറങ്ങി വന്നപ്പോഴേക്കും ഞാനതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഐറൂസിന് നേരെ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും അടിക്കാൻ പോയിട്ടോ. പിന്നെ മോളുവിൻ്റെ ആ ഒരു റീൽസൊക്കെ എന്താ പറയുക, ആ ഷോർട്സില്ല ഞാൻ പറഞ്ഞില്ല, ആ ഒരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഷോർട്സും റീൽസൊക്കെ അത്യാവശ്യം ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. എന്താ പറയുക നല്ല ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോ. പിന്നെ ഞങ്ങൾ കഞ്ഞിയടിക്കുന്ന തിരക്കിലായി. നന്നായിട്ട് 2 ഉറങ്ങിയിട്ടോ, മോളും ഐറൂസും നന്നായിട്ട് ഉറങ്ങി. കാരണം ഐറൂൻ്റെ ഒപ്പം കിടക്കാൻ മോളിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരുപാട് നേരം ഉറങ്ങും കേട്ടോ. അവൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെ എപ്പോഴും കിടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവളവിടെ ഉറക്കിയിട്ട് മെല്ലെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഇവനും അപ്പത്തിനൊപ്പം ഇവനും ഉണരും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഇവിടെ വന്ന് 2 മോളൂനും നല്ല ഉറക്കമുണ്ട്. അപ്പോൾ 2 കൂടെ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണ്. അവൾ ചോറ് വെച്ചതിന് ശേഷം ഞാൻ ഐറൂന് കഞ്ഞി കൊടുത്തു കേട്ടോ. കഞ്ഞിയൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും ഇതായറും സ്റ്റെപ്പ് കയറി മുകളിലേക്കുള്ള ഓട്ടം കേട്ടോ. ഇപ്പോൾ ഇവിടെ തീരെ വെക്കാൻ വയ്യ, കാരണം ഞങ്ങൾ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടുന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കാണുന്നത് നേരെ സ്റ്റെപ്പാണ്. പക്ഷേ അവളുടെ മോളൂൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, ഒരു സൈഡിലായതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങോട്ട് സ്റ്റെപ്പ് കാണൂല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ തന്നെ നേരെ മുകളിലേക്കാണ്ട് കയറി പോവുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടില്ലെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അവനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാല്ലേ. അങ്ങനെ അവരൊക്കെ വയറ് നിറച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നത്. നമ്മൾ രാവിലെ ആണെങ്കിൽ ഈ ഒരു ഡയറി മിൽക്ക് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നൊരു ചായ ഉണ്ടാക്കി. പിന്നെ നമ്മൾ രാവിലെ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആ ചിക്കൻ്റെ ആ ഗ്രേവി എടുത്ത്, ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചെന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത് കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ വൈകുന്നേരം ഇതിനിടയിലുള്ള വീഡിയോസൊന്നും എനിക്കറിയില്ല. ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വൈറൂസിനെ കൊണ്ട് ഞാൻ മുറ്റത്തൂടെ റോട്ടിലൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കൂടുന്നതല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു റോൾ ഷവർമ വാങ്ങിച്ചു കേട്ടോ. എന്താ വേണ്ടതെന്ന് കുറേ നേരമൊക്കെ ആലോചിച്ച് അവസാനം ഈ ഒരു ഷവർമയിലാണ് കഴിച്ചത്. അപ്പം 4 കൊണ്ടുവരിച്ചു. അപ്പോൾ മോളൂനും നീനുനും ഇതുമോനും പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി ഒന്ന് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഇന്നത്തോടു കൂടി ആ കീറ്റോ ഡയറ്റും എല്ലാം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സ്ട്രിക്റ്റിൽ ചെയ്യണം ഒന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തായാലും വരും. അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഓരോരോ പരിപാടികളും കാര്യങ്ങളാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിന്നെ വെറുതെ നമ്മൾ എന്താ പറയുക കീറ്റോ ഡയറ്റായിട്ട് മുന്നോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇനി നാളെയും കൂടി എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ജസ്റ്റ് പിന്നെ ഒരു 10 ദിവസം നോമ്പാവാൻ ഇനി നമുക്കൊരു 10-12 ദിവസമുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് ചെയ്യാൻ റിസൾട്ട് കിട്ടാവുന്ന ഒരു ഡയറ്റ് ഞാനത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും. അപ്പം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാനിതാ ഇവിടെ നിന്ന്, കാരണം ഞാൻ അതൊരു പീസ് കഴിച്ചു. നമ്മൾ രാവിലെ ഡയറി മിൽക്ക് കഴിച്ചു. ഞാനത് വെറുതെ അതും ഇതും ഇങ്ങനെ കഴിക്കുകയാണല്ലോ, വേണ്ടെന്ന് കരുതി. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം അന്ന് എനിക്കത് എഡിറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. കാരണം എന്താ, ഞങ്ങൾ 12 മണിക്ക് 1 മണിക്കൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ഉറക്കമില്ലാതെ നടക്കണം. മോള് പോയത്
മോളുൻ്റെ ഹസ്ബൻഡ് വരും കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എറണാകുളത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ കൊണ്ടുപോകാൻ. അപ്പോൾ വന്നത് 4 മണിക്കാട്ടോ. അപ്പോൾ രാവിലെ പുലർച്ചെ 4 മണിക്കാണ്. അപ്പോൾ അവൾ പോയി. പിന്നെ ഞാൻ ഉറങ്ങിയപ്പോഴേക്കും 5 മണിയായിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് ഇന്ന് ശനിയാഴ്ച ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോളുവിൻ്റെ വീട്ടിലേക്കാട്ടോ. കാരണം എന്താ വെച്ചാൽ അവളുടെ വീട്ടിൽ ഞായറാഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് ശനിയാഴ്ച അവിടെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഐറൂസിനെയും വെച്ചിട്ട് അതൊക്കെ ഒപ്പം സഹായിക്കണമെങ്കിൽ അവൾ എന്തായാലും വേണ്ടി വരുമല്ലോ. അപ്പോൾ ഐറൂസിന് വെച്ചിട്ട് നടക്കാത്തതുകൊണ്ട് അവൾ ഉമ്മച്ചൊന്ന് വരുന്ന പിന്നെ അവിടെ ഐറൂസിന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. എനിക്ക് ആ ഒരു വരുന്ന ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചീനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു വെടിക്ക് 2 ഭക്ഷണമല്ലോ. ഒന്ന് നോമ്പാവുകയാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുട്ടി വൃത്തിയാക്കുക. രണ്ടാമത് ഈ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് 10-100 ആൾക്കാരെ പരിപാടിയാണ്. അപ്പോൾ അതും ഉള്ളതുകൊണ്ട് ഒരുമിച്ച് അപ്പോൾ ക്ലീനിങ്ങിനാണ് നിൽക്കണം. അപ്പോൾ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐറൂസിനെ പിടിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ നടക്കൂലല്ലോ. അപ്പോൾ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി ഒരു 10 മണിയായപ്പോഴേക്കും അവളുടെ വീട്ടിലെത്തി. വെള്ളിയാഴ്ച രാത്രി കിടക്കുന്നത് തന്നെ 5 മണിക്കാട്ടോ. അങ്ങനെ നല്ല ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണമല്ലോ. പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ പോയി. അപ്പോൾ ആ ചേച്ചി അവിടെ അങ്ങനെ പണി ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്ത് അവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുകൾ ഭാഗത്തേക്ക് ആ ചേച്ചി വരുന്നതിന് മുന്നേ ഇവിടെയൊക്കെ വേഗം എന്നാണ്ട് ക്ലീൻ ചെയ്ത് പിന്നെ അവളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്താ പറയുക മടക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളോട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വേറെ അവളുടെ റൂമിലേക്ക് ചെന്നു. ഐറൂസ് ഞങ്ങളെ സൗണ്ടൊക്കെ ഇട്ട് ഐറൂസ് എന്നിട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ കണ്ടത് നല്ല ടയർഡായിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ഒരു ടയർഡാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ഇങ്ങനെ തിരക്കിട്ട് ഞാനും നീനുട്ടി ഇതുമ്മും ഐറൂസിനെ കൊണ്ടുപോയി ഈ ഒരു TV കാണുന്ന ആ റൂമുണ്ടല്ലോ. അവിടെ നല്ലൊരു വലിയൊരു TVയും പിന്നെ ഇവിടെ ബെഡൊക്കെ ഉണ്ട്, നല്ല അടിപൊളി AC ഒക്കെ ഇട്ട് നല്ല സുഖമായിട്ട് അവിടെ കിടക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് വാതിലടിച്ച് ഐറൂസിനായിട്ട് അവിടെ കിടന്ന് കളിപ്പിച്ച് അവിടെ നിന്ന് അങ്ങനെ നിന്നിട്ടു. അപ്പോൾ മോള് താഴ്ന്ന കുറേ പണികൾ ആ ചേച്ചീൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് പിന്നെ നല്ല ഉച്ചക്കേക്കുള്ള ഭക്ഷണം അൻസാർ കൊണ്ടുവന്ന് കണ്ടിട്ടോ. ഞങ്ങളെല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ എല്ലാവരും അടിപൊളി ഫുഡ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് നല്ല മന്തിയും അൽഫാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അൽഫാമല്ല, മന്തിത്തെ ചിക്കൻ തന്നെ കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഫുഡ് എത്തിയിട്ടുണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാൻ വന്നതാണ് ഇപ്പോൾ മോള്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാൻ മറന്നു. കാരണം എന്താ വെച്ചാൽ ഐറൂസിന് ഫുഡ് കൊടുക്കാണ്ടായിരുന്നു. അവന് സാധാരണ ഞങ്ങൾ വീട്ടിൽ തന്നെ ചോറ് ലേശം വെച്ചു കേട്ടോ. അവന് മന്തി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ ചോറ് വെച്ചു. നല്ല ചോറും പിന്നെ ഈ മന്തിത്തെ ചിക്കൻ്റെ ചെറിയൊരു പീസ് എടുത്താണ് അവന് കൊടുത്തത് കേട്ടോ. അപ്പം ആ ഒരു തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിച്ച് കഴിഞ്ഞ് മേശ തുടക്കുന്നതാണ് ഐറൂസാണ്. ആ ഒരു കറിയല്ല, നമ്മൾ മന്തിയിലേക്ക് ഒഴിക്കുന്ന ഒരു ടൊമാറ്റോ കറി ഉണ്ടല്ലോ, ആ കറിയാണ്. അത് അവിടെയൊക്കെ മേശമിലാകെ ചിന്തി കുസിയാക്കിയിട്ടുണ്ട് കേട്ടോ. അവന് ഒന്നും അറിയാത്ത ഭാവത്തിലത് അവനിവിടെ മുട്ടുത്തി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. നന്നാക്കി വൃത്തിയാക്കിയൊക്കെ സെറ്റ് ആവുന്നുണ്ട്. വൈകുന്നേരം ആവും തീരണമെങ്കിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും, മുകളിലേക്ക് തന്നെ പോവും. ഫിലിം കണ്ട് ഞങ്ങൾ ഐറൂസിനായിട്ട് ഫിലിമും കണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ഞങ്ങൾ മടങ്ങിയത് രാത്രിയാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം ബസ്സിൽ പോരാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വണ്ടി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഇങ്ങോട്ട് പിന്നെ എന്താ പറയുക ഒരു സ്റ്റാൻഡിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ്സിന് പോന്നാൽ മതിയല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളുവിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ സമാധാനമായിട്ടോ പോരാ. ബസ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ഒരു 5 മണിക്കേ ഇറങ്ങണമല്ലോ, രാത്രി നമുക്ക് വീട്ടിലെത്തണ്ടേ. ഇതാകുമ്പോൾ അവൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഫിലിമും കൂടി അങ്ങോട്ട് കണ്ട് ലാവിഷായി അങ്ങോട്ട് കണ്ടിട്ട് പിന്നെ രാത്രി ഒരു 10-10:30 ഞങ്ങൾ മോളിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് ദൂരം പോയി അരീക്കോട് എത്താൻ ഏകദേശം ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എവിടെ പോവുകയാണെങ്കിൽ ഫുഡ് നിർബന്ധം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജാടയൊക്കെ നിർത്തി എല്ലാവരും വേണമെങ്കിൽ ഫുഡ് കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ആ ഒരു പിന്നെ ഹോട്ടലായിട്ട് നിർത്തിയത്. എൻ്റെ അമ്മ അവിടുത്തെ ഷവായ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡയറ്റ് നിർത്തിയത് കൊണ്ടും ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ട് എന്നും ഞാൻ അങ്ങനെ വണ്ടിയിൽ ഇരിക്കാറാണ് ഇങ്ങനെ അധികം കേട്ടോ. അപ്പോൾ ഭയങ്കര ജാടയാണ് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സാർ കളിയാക്കൂട്ടോ. അപ്പോൾ ഇന്ന് അതിനൊന്നും നിന്നില്ല. ഞങ്ങൾ വേഗം ചെന്നെന്ത് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഷവായും പിന്നെ എന്താ പറയുക ഒരു കുബൂസും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ
പിന്നെ ഒന്നാമത് ഇതുമൂനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അൻസാറിന് അറിയുന്നതുകൊണ്ടാണ് എവിടെ പോവുകയാണെങ്കിലും നിർത്തി മക്കൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ 11 മണിയായപ്പോൾ വീട്ടിലെത്തി സെറ്റായി കിടന്നു കേട്ടോ. അവർ മടങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഇനി നാളെ മുതൽ നമ്മൾക്ക് ഞാൻ ഈ ഒരു കീറ്റോ ഡയറ്റ് നിർത്തി. ഇന്ന് മുതൽ തന്നെ നിർത്തന്നെയാണ്. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി. എന്താ പറയുക, ആ ഒരു സംഭവത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ താൽക്കാലികമല്ല നിർത്താണ്. ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു നോർമൽ ഡയറ്റ്, സാധാ ഡയറ്റ് മാതിരി ഡയറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഇനി മോളുവിൻ്റെ വീട്ടിലെ ഫംഗ്ഷനാണ്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ഇനി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.